ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മഞ്ചൂരിലെ തുറന്ന കോടതിയിലാണ് ഹാജരാക്കുക. ഇന്നലെ വൈകിട്ട് തുമ്പ സ്റ്റേഷൻ കടവിൽ നിന്ന് പിടികൂടിയ പ്രതിയെ മഞ്ചൂർ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യും. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, എപ്പോഴാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്? അനു 11 മണിയോടുകൂടി തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ബെയിലിൻ ദാസിനെ കൊണ്ടുപോകും. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ കഴക്കൂട്ടത്ത് തുമ്പ സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നും ബെയിലിൻ ദാസിനെ പിടികൂടിയത്. കാറിൽ സഞ്ചരിക്കുന്നു എന്നൊരു വിവരം ലഭിച്ചിരുന്നു പോലീസിന്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാറിലാണ് പ്രതി കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചത്. KL 19J7717 എന്ന ഈ കാറിലാണ് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ബെയിലിൻ ദാസിൻ്റെ സഹോദരനെ പോലീസ് വിളിച്ചു വരുത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിലാണ് ബെയിലിൻ ദാസിൻ്റെ സഹോദരൻ്റെ കാറുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ കാറിൻ്റെ നമ്പർ എടുത്തുകൊണ്ടുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഈ കാറിൽ കൂടി ബെയിലിൻ ദാസ് സഞ്ചരിക്കുന്നത് വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ബെയിലിൻ ദാസിനെ സ്റ്റേഷൻ കടവിൽ, അതായത് തുമ്പ സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെടുന്ന കഴക്കൂട്ടത്ത് സ്റ്റേഷൻ കടവിൽ നിന്ന് പിടികൂടുന്നത്. പിടികൂടിയതിനു ശേഷം തിരുവനന്തപുരത്ത് മഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിന് കൈമാറുകയും മഞ്ചൂർ പോലീസ് സ്റ്റേഷനെത്തി പ്രാഥമികമായ രീതിയിൽ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിരുന്നു. DCPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. തുടർന്ന് മെഡിക്കൽ എടുക്കുന്നതിനായി വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് ആണ് ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്ക് കടക്കുന്നത്. അത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. തുറന്ന കോടതിയിൽ തന്നെ 11 മണിയോടുകൂടി ബെയിലിൻ ദാസിനെ കൊണ്ടുപോകും. അതിൻ്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് യുവ അഭിഭാഷകയ്ക്ക് മർദ്ദനമേൽക്കുന്നത്. ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. മുഖത്ത് പാടും അതുപോലൊപ്പം ചെവിക്കും കവിളിനും ക്ഷതമേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തത്. തുടർന്നാണ് ഈ കേസിലേക്ക് എത്തപ്പെടുകയും ചെയ്തത്. ഈ സംഭവം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെടുകയാണ് ചെയ്തത്. രക്ഷപ്പെട്ടതിന് ശേഷം 2 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കാര്യക്ഷമമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതെന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുകയും ചെയ്തതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇനി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. ജാമ്യം എടുക്കുന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകുമോ എന്നതിനെ കൃത്യത ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ 11 മണിയോടുകൂടി തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ബെയിലിൻ ദാസിനെ ഹാജരാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ പ്രതി ബെയിലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുമ്പ പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം മഞ്ചൂർ പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് സ്റ്റേഷനിലെത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണിത്. യുവ അഭിഭാഷകയെ, ജൂനിയർ അഭിഭാഷക, തൻ്റെ ജൂനിയറായി പ്രവർത്തിക്കുന്ന അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചു എന്നതായിരുന്നു കേസ്. ഈ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു യുവതിക്ക്. ആദ്യം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിച്ചത്. അവിടെ നിന്നും പരിക്കിൻ്റെ ഗുരുതര സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു. മുലകുടി മാറാത്ത കുട്ടിയടക്കമുള്ള ഒരു ആളാണ് ഈ ജൂനിയർ അഭിഭാഷക. അതായത് പ്രസവിച്ചിട്ട് 6 മാസം പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. നേരത്തെയും തന്നെ ഈ സമാനമായ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെന്ന് യുവതി പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് താൻ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഇത്തരത്തിൽ മർദ്ദനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അകാരണമായി ദേഷ്യപ്പെടുകയും ഈ ഫയലും പേപ്പറുകളും അടക്കം വലിച്ച് മുഖത്തേക്ക് എറിയുന്ന സ്വഭാവമുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആണ് നേരത്തെ ഈ അഭിഭാഷക പറഞ്ഞിരുന്നത്. അങ്ങനെ ഇതിനു മുമ്പും ഈ അഭിഭാഷകൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആണ് ഇപ്പോൾ പറയുന്നത്. തുടർന്നാണ് ഈ കേസിലേക്ക് കടക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഈ അറസ്റ്റിലായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തി മഞ്ചൂർ സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ അറിയിക്കാം, കോടതിയെ ബോധിപ്പിച്ചോളാമെന്നാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആദ്യമായിട്ടുള്ള പ്രതികരണം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. തുടർന്ന് ആണ് വൈദ്യപരിശോധന അടക്കം നടന്നതിന് ശേഷം വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. DCP സംഭവ സ്ഥലത്ത് എത്തുകയും DCPയുടെ നേതൃത്വത്തിൽ ആദ്യ പടിയെന്ന നിലയിൽ ഒരു ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. ഇന്ന് വീണ്ടും രാവിലെ വൈദ്യപരിശോധന നടന്നിരുന്നു. വൈദ്യപരിശോധന നടന്നതിന് ശേഷം ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകും. കോടതിയിൽ നിന്നായിരിക്കും തുടർ നടപടികൾ അടക്കമുണ്ടാവുക. അനു, ശരി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.